സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. വി എസ് അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, എൻ വാസുവിന്റെ ഇതിലെ പങ്കുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ, എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്, വിശദാംശങ്ങൾ? മുൻ ദേവസ്വം ബോർഡ് കമ്മീഷനും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം രണ്ട് തവണയായി ഇദ്ദേഹത്തിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ രണ്ടാമത്തെ കേസിൽ, അതായത് 2019 ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പാളികൾ കൊടുത്തുവിട്ടതിൽ എൻ വാസുവിന് പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഈ കേസിലെ മൂന്നാം പ്രതിയാണ്. ഇയാളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ, ഈ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്ന് വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു. ഈ കേസിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ശബരിമല അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണറും ശബരിമലയിലെ ആ സമയത്ത് നമുക്കറിയാം, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ശബരിമലയിൽ ഒരു അവസാന വാക്കായി നിന്ന ആളാണ് എൻ വാസു. ആ വാസുവിന്റെ അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനു, ഇതിൽ എത്രാമത്തെ അറസ്റ്റാണ് വാസുവിൻ്റേത്? ഇതിനകത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പോരായ്മകൾ, പിഴവുകൾ എന്തൊക്കെയാണ്? ലക്ഷ്മിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2019 ആദ്യമായി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. ഈ കമ്മീഷണറായിരുന്ന വാസു എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തില്ല? എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ, അല്ലെങ്കിൽ ഇത് എടുക്കുന്നതിലൊക്കെ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള വീഴ്ച പറ്റി? കാരണം ഈ ആദ്യത്തെ റിപ്പോർട്ട് എഴുതിയത് മുരാരി ബാബുവും, പിന്നീട് ആ റിപ്പോർട്ടിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും നോട്ട് ചെയ്തെങ്കിലും അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താൻ എൻ വാസുവിന് കഴിയുമായിരുന്നു. പക്ഷേ ദേവസ്വം കമ്മീഷണർ എന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്തില്ല. മാത്രമല്ല, രണ്ടാമതായി ആദ്യഘട്ടത്തിൽ ഇയാൾ ദ്വാരപാലക ശില്പങ്ങൾ പണിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഈ ശ്രീകോവിലിൻ്റെ പാളികൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ വാതിലുകൾ അയാൾ ഇവിടെ ഈ പറയുന്ന ഒരു പുറത്ത് നിന്ന് ഒരു ശില്പിയെ കൊണ്ടുവന്ന് അതിൻ്റെ അളവൊക്കെ എടുക്കുകയും ചെയ്തു കൊണ്ടുവരികയുമായിരുന്നു. എന്നാൽ ഈ പറയുന്ന കട്ടിളപ്പാളികൾ അത് ഇളക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റി കൊടുത്തുവിട്ടു. ആ കൊടുത്തുവിട്ടത് എൻ വാസുവിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. ദേവസ്വം ബോർഡിനോട് ഇക്കാര്യത്തിൽ ശുപാർശ നൽകുന്നത് എൻ വാസുവാണ്. അത് വലിയ തരത്തിലുള്ള ഗൂഢാലോചനയാണ്. അതായത് നേരത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനും ഈ പറയുന്ന സുധീഷ് കുമാറിനും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഇതേ കുറ്റം തന്നെയാണ് ഈ കട്ടിളപ്പാളികൾ തട്ടിക്കൊണ്ടു പോകുന്ന കേസിൽ എൻ വാസുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിൻ്റെ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട്, പങ്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി, ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് കൂടിയാകുമ്പോൾ അക്കാര്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുവാനുള്ള സാധ്യത എത്രമാത്രമാണ് അനു? ലക്ഷ്മി, സ്വാഭാവികമായും ഈ കട്ടളപ്പാളി കേസിൽ ഇനിയും പ്രതികളുണ്ട്. അതായത് ഇപ്പോൾ അന്നത്തെ ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറായ സുനിൽകുമാറിൻ്റെ അറസ്റ്റുണ്ട്. അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് ഈ നിർണായകമായ ഉത്തരവിറക്കിയത്. അങ്ങനെ ഇപ്പോൾ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ റാന്നി കോടതി പരിഗണിക്കുകയും കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പ്രതികൾ ഒരുപാട് പേരുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ കേസിൽ, അതായത് ഈ പറയുന്ന കട്ടളപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിലാണ് അന്നത്തെ 2019 ദേവസ്വം ബോർഡിനെ ഭരണസമിതിയെ പ്രതിയേർത്ത് ഇരിക്കുന്നത്. ആ കേസിൽ എ പത്മകുമാറിൻ്റെ ഉൾപ്പെടെയുള്ള അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ട്. ഏതായിരുന്നാലും അന്വേഷണം വളരെ വേഗത്തിൽ നടക്കുന്നു. കൃത്യമായ തെളിവെടുപ്പ്, ഉണ്ണികൃഷ്ണ പോറ്റിയുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞും ഇപ്പോൾ കസ്റ്റഡി
കാലാവധി കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ റിമാൻഡിലാണ്. മുരാരി ബാബുവിൻ്റെ റിമാൻഡിലാണ്. ഇപ്പോൾ സുധീഷ് കുമാറാണ് ഇപ്പോൾ സംഘത്തിൻ്റെ കയ്യിലുള്ളത്. ഏതായിരുന്നാലും എൻ വാസുവിൻ്റെ അറസ്റ്റ് കൂടി വരുമ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത്. ലക്ഷ്മി.